എഡ്യൂക്കേഷൻ എബവ് ഓൾ ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് സമാഹരണം നടത്തി ദോഹയിലെ പൊദാർ പേൾ സ്കൂൾ. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും സമാഹരണത്തിന്റെ ഭാഗമായി. അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഖത്തറി സംഘടനയാണ് എഡ്യൂക്കേഷൻ എബവ് ഓൾ ഫൗണ്ടേഷൻ. പുതുമയുള്ള പല വഴികളാണ് പണം കണ്ടെത്താൻ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. ചിലർ കവിളിൽ ചിത്രം വരച്ചു കൊടുത്തു, ചിലരോ നല്ല മുഞ്ചൽ മൈലാഞ്ചി ഇട്ടു, മറ്റു ചിലർ കാർട്ടൂൺ വരച്ചു. അതിനിടെ സ്കൂൾ പ്രസിഡന്റ് എത്തി. നാട മുറിച്ച് ഉദ്ഘാടനം. നല്ല കലക്കൻ വിഭവങ്ങളൊക്കെ മേശപ്പുറത്ത് നിരന്നിരുന്നു. ലസ്സിയും ജ്യൂസും ഒക്കെ ആയിരുന്നു ചിലരുടെ ഐറ്റം. ചിലരുടെ മുമ്പിൽ കരകൗശല വസ്തുക്കളും പൂക്കളും ചെടികളും. അങ്ങനെ കുട്ടികൾ ചാരിറ്റിയുടെ ഭാഗമാകുന്നതിന്റെ സന്തോഷം സ്കൂൾ പ്രസിഡന്റും പ്രിൻസിപ്പളും മറച്ചുവെച്ചില്ല. ഇത് ഷെയ്ഖ മോസ ഇനീഷ്യേഷനാണ്. എഡ്യൂക്കേഷൻ എബവ് ഓൾ എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിൽ പങ്കെടുത്തിട്ട് മാന്യമായിട്ടുള്ള ഒരു തുക സംഭരിച്ച് നമ്മൾ ഇവർ കൊടുക്കാറുണ്ട്, ഈ ഫൗണ്ടേഷൻ കൊടുക്കാറുണ്ട്. വി ഗോട്ട് സോ മെനി അപ്രീസിയേഷൻ, ഈവൻ ഇന്റർനാഷണലി വി ഗോട്ട് അപ്രീസിയേഷൻ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ കൊല്ലവും ഞങ്ങൾ the best school in Doha award nammal we got it, and we have been taking part from last 3 to 4 years, and we are contributing the maximum when it comes to the charity, and this charity money will be collected and it will be going to education above all. ഇക്കാണുന്നത് പോലെയല്ല, നല്ല കഠിനാധ്വാനം ഇതിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥികൾ. I am feeling very excited. In 2 ദിവസം I will be very busy and packed, but I'm happy in what I'm doing. ഇതിപ്പോൾ നമ്മൾ നല്ല amount raise ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ. It's actually really great to see everything finally turned out very well. Everything is in place, everything is in position. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകർ, മറ്റു ജീവനക്കാർ, രക്ഷിതാക്കൾ എന്നിവരിൽ നിന്നെല്ലാം നല്ല പ്രതികരണമാണ് ഫണ്ട് സമാഹരണത്തിൽ ലഭിച്ചത്. ലോകത്തുടനീളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എഡ്യൂക്കേഷൻ എബവ് ഓൾ ഫൗണ്ടേഷന്റെ ചാരിറ്റി വീക്കിലാണ് പൊദാർ സ്കൂളിലെ കുട്ടികൾ ഭാഗഭാക്കാകുന്നത്. ദോഹയിൽ നിന്ന് ആഷഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.